നിപ രോഗിയെ പരിചരിക്കുന്നതിനിടെ രോഗം ബാധിച്ച് 2.5 വർഷത്തിലധികമായി പൂർണ്ണമായും കിടപ്പിലായ ടിറ്റോയെ സന്ദർശിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ്. ടിറ്റോയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നും സർക്കാർ എല്ലാ പിന്തുണയുമായി ടിറ്റോയുടെ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി അമൃത വാർത്തയോട് പറഞ്ഞു. നിപ ബാധിച്ച് 2023 ഓഗസ്റ്റ് 30-ന് ഇക്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയെ പരിചരിക്കവെയാണ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായിരുന്ന ടിറ്റോ തോമസിന് നിപ പിടിപെടുന്നത്. രോഗമുക്തി നേടി ടിറ്റോ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചെങ്കിലും 2023 ഡിസംബറിൽ ശക്തമായ തലവേദന അനുഭവപ്പെട്ടു. തുടർന്ന് ആരോഗ്യനില മോശമായി. ചികിത്സ തുടരവെ ഡിസംബർ 8 മുതൽ ടിറ്റോ കോമയിലായി. 2 വർഷത്തോളം ടിറ്റോയെ ഇക്ര ആശുപത്രിയിൽ തന്നെയാണ് കിടത്തി ചികിത്സിപ്പിച്ചത്. നിപ്പ എൻസെഫലൈറ്റിസ് രോഗബാധയേറ്റ് അബോധാവസ്ഥയിലാകുന്ന അപൂർവ രോഗാവസ്ഥയായിരുന്നു. ടിറ്റോയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 17 ലക്ഷം രൂപ ധനസഹായം നൽകിയിരുന്നു. ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിന് ആരോഗ്യമന്ത്രി നേരിട്ടെത്തുകയായിരുന്നു. പ്രോട്ടോകോൾ പ്രകാരമുള്ള ക്വാറന്റൈനിലായിരിക്കുമ്പോൾ ടിറ്റോയെ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും വളരെ ആക്റ്റീവായിരുന്നു ടിറ്റോ. അതുമാത്രമല്ല, അതിനു മുൻപും ടിറ്റോയെക്കുറിച്ച് എല്ലാവരും വളരെ നല്ല അഭിപ്രായങ്ങളാണ്. വളരെ സ്മാർട്ടായിട്ടുള്ളൊരു ആരോഗ്യ പ്രവർത്തകനായിരുന്നു ടിറ്റോ. പക്ഷേ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് ആശ്വാസമുള്ളൊരു കാര്യമാണ്. ടിറ്റോ എഴുന്നേറ്റ് വരട്ടെ, നമ്മളൊക്കെ അത് പ്രതീക്ഷിക്കുന്നു. രോഗബാധിതനാകുമ്പോൾ 24 വയസ്സ് മാത്രമായിരുന്നു ടിറ്റോയുടെ പ്രായം. മകന്റെ ആരോഗ്യ പുരോഗതി അന്വേഷിക്കാൻ മന്ത്രി നേരിട്ടെത്തിയ സന്തോഷം കുടുംബവും പങ്കുവെച്ചു. ആരോഗ്യമന്ത്രി വന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. ഒരു പേഷ്യൻ്റായി കിടക്കുന്ന ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടി തോന്നുന്നത് ഭയങ്കര സന്തോഷം. ഇതിന് മുമ്പേ അവന് നിപ വന്ന സമയത്തും വീഡിയോ കോളിൽ കൂടി അവന് സംസാരിച്ചു. അവൻ നമ്മളോട് വീട്ടിൽ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു. വീഡിയോ കാണിച്ചപ്പം ഇങ്ങനെ മകളെ വിളിച്ചു, എന്നെ വിളിച്ചു, എന്നെ സംസാരിച്ചു എന്ന്. ഇക്ര ആശുപത്രി തന്നെയാണ് ടിറ്റോയുടെ തുടർ ചികിത്സ ഉറപ്പാക്കുന്നത്. അതേസമയം എല്ലാവിധ പിന്തുണയും നൽകി ടിറ്റോയുടെ കുടുംബത്തിനൊപ്പം സർക്കാർ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിയാണ് ആരോഗ്യമന്ത്രി മടങ്ങിയത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.